Hi, welcome all. Myself Anubla, Director of D World International. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരജവോ ബോസ്നിയയിൽ ഫോച്ച എന്ന് പറയുന്ന സിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്തതാണ്. നമ്മുടെ കൂടെ ഇന്ന് അയന പ്രദീപ് ഡി വേൾഡിൻ്റെ കഴിഞ്ഞ കൊല്ലം അയച്ച സ്റ്റുഡൻസിൽ ഒരാളാണ്. അയനയുടെ അടുത്ത് റിയൽ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഹായ് അയന, ഹൗ ആർ യു? ഗുഡ്. സോ അയന ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? നല്ലൊരു ഇംപ്രഷൻ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതിൻ്റെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേന് ഉള്ള ആംബിയൻസും അതിൽ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. അയന വരുന്നതിന് മുമ്പ് ഏതൊക്കെ കൺട്രീസൊക്കെ, എന്തായാലും വേറെ കൺട്രീസ് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കണം, ഏതൊക്കെ കൺട്രീസ് ആയിരുന്നു അയന പ്രിഫർ ചെയ്തിരുന്നത്? ഞാൻ ഓസ്ട്രേലിയയും ജർമ്മനി ആയിരുന്നു നോക്കിയത്. ഓക്കെ. ബട്ട് അതെല്ലാം വെച്ച് നോക്കുമ്പം കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടും എല്ലാം നമുക്ക് വേണ്ട പോലെ നല്ല എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും എല്ലാം നോക്കിയപ്പോൾ ബോസ്നിയ ഞാൻ തോന്നി അതുകൊണ്ട് ചൂസ് ചെയ്യുന്നു. ഓക്കെ. സോ ഞാനിന്ന് ഇവിടുത്തെ കുറച്ച് ക്ലാസ് റൂംസിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തു. ഓക്കെ. സോ ഒരുപാട് കൺട്രീസിൽ കടാവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു മെയിൻ സബ്ജക്റ്റാണ് അനാറ്റമി. സോ അതിലെന്തായാലും കടാവർ എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ പഠനത്തിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പോഷറിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് നിങ്ങൾ കടാവറിലുള്ള സ്റ്റഡീസ്. സോ ഇവിടെ അതെങ്ങനെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്? അത് നോർമലി പല സ്ഥലത്തും പറച്ചിൽ മാത്രമേ കാണത്തുള്ളായിരിക്കും, മേ ബി കാണത്തില്ലായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട പോലെ കടാവറും എല്ലാം ഉണ്ട്. അപ്പം നമുക്കതനുസരിച്ച് അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷനും എല്ലാം നല്ലപോലെ ഉണ്ട്. അതേപോലെ എല്ലാ മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പുറം രാജ്യത്തോട്ട് അയക്കുമ്പോൾ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ചെല്ലുന്ന രാജ്യം അല്ലെങ്കിൽ ചെല്ലുന്ന സിറ്റി സേഫറാണോ, എൻ്റെ കുട്ടി അവിടെ എന്താണ്, അല്ലെങ്കിൽ സേഫറാണോ നിങ്ങൾ. സോ ഈ ഒരു സിറ്റീനെ കുറിച്ച് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് നിങ്ങളിപ്പോൾ വൈകുന്നേരം പുറത്ത് നടക്കുമ്പോഴാണെങ്കിലും രാവിലെ ക്ലാസ്സിലോട്ട് വരുമ്പോഴാണെങ്കിലും എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ല സേഫാണ്. കാരണം എല്ലാ പേരൻസിനും ഉള്ളൊരു കൺസേൺ ആണ് സേഫ് ആയിട്ടിരിക്കണം. അതും ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ വരിക, അപ്പം അവരുടെ ഉള്ളിലൊരു പേടി കാണുമല്ലോ. ഇത്ര ഇതായിട്ട് എൻ്റെ വീട്ടിൽ നല്ലപോലെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വിട്ടത്. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് എപ്പോഴാണെങ്കിലും പുറത്തോട്ട് പോകുന്നതിന് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പം ഇവിടെ ഉള്ളവരാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. നാട്ടിൽ ഡി വേൾഡിൻ്റെ സർവീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. മറ്റ് ഏജൻസി വെച്ചാണെങ്കിലും ഞാനല്ല സംസാരിച്ച എൻ്റെ പപ്പയായിരുന്നു. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടും എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിച്ച് എപ്പോഴാണെങ്കിലും എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയെ പറ്റിയാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് എല്ലാം നല്ല ഇതിലായിരുന്നു. ഓക്കെ. അയനയുടെ മദർ ഇവിടെ വന്നിരുന്നു അല്ലേ? എന്താണ് മദറിന്റെ അഭിപ്രായം? അമ്മയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം കേട്ട് പരിചയത്തിലാണല്ലോ ഇവിടെ വന്നത്. അപ്പം എങ്ങനെയാണ് എന്ന് ഉറപ്പ് വരുത്തും കൂടെ വേണമെന്ന് ഓർത്ത് ജസ്റ്റ് വന്ന. പക്ഷെ അമ്മ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എല്ലാം പറഞ്ഞ രീതിക്ക് തന്നെ ഉണ്ട്. യൂണിവേഴ്സിറ്റി ആണെങ്കിലും അമ്മ ഇവിടെ വന്ന് കണ്ടായിരുന്നു. ഈവൻ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും അപ്പാർട്ട്മെന്റിലും അമ്മ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ്. അമ്മ എല്ലാം ഹാപ്പിയാണ്, സ്ഥലങ്ങളൊക്കെ കണ്ടു അല്ലേ? അതേപോലെ ഡി വേൾഡ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ രാജ്യത്ത് ഒരു കുട്ടി പഠിക്കുമ്പോൾ 6 കൊല്ലം ആ കുട്ടിയുടെ പഠന സമയം മുഴുവൻ കഴിയുന്നത് വരെയുള്ള ഒരു അഡാപ്റ്റീവ് അസിസ്റ്റൻസ്. അതായത് നിങ്ങൾ ഈ രാജ്യത്ത് എത്തുമ്പോൾ എയർപോർട്ട് പിക്കപ്പ് തൊട്ട് ഇവിടുത്തെ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും നിങ്ങളുടെ വിസ എക്സ്റ്റൻഷൻസും ഇവിടുത്തെ അക്കോമഡേഷൻ അസിസ്റ്റൻസും അതേപോലെ ഇവിടെയുള്ള എന്ത് കാര്യമാണെങ്കിലും ഡി വേൾഡിൻ്റെ ഒരു അസിസ്റ്റൻസ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. സോ ആ അസിസ്റ്റൻസിനെ കുറിച്ച് എന്താ പറയുക? സാധാരണ എല്ലാവരും ഒറ്റയ്ക്ക് വന്ന് എല്ലാം തന്നെ ചെയ്യണമായിരുന്നു. പക്ഷേ നാട്ടിലാണെങ്കിലും എയർപോർട്ടിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ അങ്ങനെ ഇതൊന്നും വന്നില്ല. എല്ലാത്തിനും നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് എല്ലാം വേണ്ട പോലെ ഈവൻ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കൊണ്ടെത്തിച്ച് എല്ലാം പേപ്പർ ക്ലിയർ ചെയ്യാൻ എല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ഡി വേൾഡ് ഒരു കുട്ടി ഇവിടെ പഠിച്ച് തീരുന്നത് വരെ ആ കുട്ടിയുടെ ഡിഗ്രിയിൽ ആ പോസ്റ്റിൽ വരെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്കൊരു ടീം ഇവിടെ ഉണ്ട്. അതേപോലെ നിങ്ങൾ താമസിക്കുന്ന സിറ്റി ഞാൻ മുമ്പും വന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിറ്റിയാണ്. ഒരുപാട് മലകളും നല്ല 2 പുഴകളും നല്ല ഒരു സിറ്റി കൾച്ചറാണ് ഉള്ളത്.
സോ ഈ സിറ്റിനെ കുറിച്ച് ഇപ്പം എന്തെങ്കിലും, ഇത് ഒരുപാട് സിറ്റീസ് ഞാൻ പോയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യക്ക് പുറത്ത് വരുമ്പോൾ ഒരു ഫ്രീഡം, അത് എക്സ്പ്ലോയിറ്റ് ആവാനുള്ള ഒരുപാട് ചാൻസസ് പല സിറ്റീസിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. സോ ഇവിടെ എന്താണ് ഇപ്പം നിങ്ങൾക്ക് ചെറിയ സിറ്റിയാണ്, അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ചെറിയ സിറ്റിയാ, പക്ഷേ എന്നാലും നമുക്ക് വേണ്ടതെല്ലാം പെട്ടെന്ന് തന്നെയുണ്ട്. കാരണം എല്ലാം ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ, യൂണിവേഴ്സിറ്റി, നമുക്ക് തിങ്സ് വാങ്ങണമെങ്കിൽ എല്ലാം, സൂപ്പർ മാർക്കറ്റ് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ടാത്തത് പോകാൻ വേണ്ടി മാത്രമൊന്നുമില്ല, എല്ലാം നമുക്ക് വേണ്ടതിൽ തന്നെ ഉള്ള ഒരു സിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടൊരു വലിയ ന്യൂസ് ഉണ്ട്, നീറ്റിൻ്റെ എക്സാം പേപ്പർ ചോർച്ച അല്ലേ? ആരൊക്കെ റിപ്പീറ്റിങ്ങിന് പോയോ അവർക്ക് വീണ്ടും ഈ ഇൻടേക്കിലോട്ട് വീണ്ടും ലാഗ് ആവാം. സോ വരാൻ പോകുന്ന സ്റ്റുഡൻസിനോടും MBBS പെർസ്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിനോടും ബോസ്നിയ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനോടും എന്താണ് പറയാനുള്ളത്? ഞാനും ആക്ച്വലി നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഓർത്താണ് ഇരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കിന് ബോസ്നിയ ചൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ തോന്നുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു വർഷം വെറുതെ പോയുമില്ല, വേണ്ട എഡ്യൂക്കേഷൻ കിട്ടുന്നുമുണ്ട്, ആൻഡ് എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ് ആണെങ്കിലും ഇവിടുത്തെ ഡീൻ ഞാൻ സംസാരിച്ചിരുന്നു, വൈസ് ഡീനായിട്ട് സംസാരിച്ചിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ് നിങ്ങളോടുള്ള ആ ഒരു ബന്ധം, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അവരൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും അവരോട് ചോദിച്ചാൽ അവർ ക്ലിയർ ചെയ്ത് തരും. ഈവൻ പ്രൊഫസേഴ്സ് ആണെങ്കിലും അവർ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാവരും. പുറത്തോട്ട് വരുമ്പോൾ എല്ലാവരും ഓർക്കും അവരുടേതായിട്ടുള്ളൊരിത് ഒരു മാറ്റി നിർത്തൽ, പക്ഷെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആ ഒരു റേസിസം ഒന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? സോ എല്ലാവരോടും പറയാനുള്ള ഒരു സിമ്പിൾ കാര്യമാണ്, നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റിങ്ങിന് പോവാം. കാരണം നിങ്ങൾക്ക് വളരെ ഫീസ് കുറവിൽ, ഈ യൂണിവേഴ്സിറ്റി ഫീസ് 3,600 euros ആണ്, നാട്ടിൽ ഏകദേശം 3,60,000 രൂപ. സോ ഇത് ഇവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാക്കി ഒരു കൺട്രീസിലും, വേറെ ഒരു കാൻഡിഡേറ്റ് കൺട്രീസിലും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അതേപോലെ ഇന്റേൺഷിപ്പ് ചെയ്യാം. എനാബിൻ എന്ന് പറഞ്ഞ റെക്കഗ്നേഷനാണ് അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. വെറും ജർമ്മൻ ലാംഗ്വേജിൽ ഒരു മെഡിക്കൽ നോളജ് എക്സാം ഉണ്ട്, അതിനുള്ള അസിസ്റ്റൻസ് ഞങ്ങൾ 3rd ഇയർ തൊട്ട് ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട്. സോ MBBS ചൂസ് ചെയ്യുമ്പോൾ ചൂസ് വൈസ്ലി. കൂടുതൽ ഡീറ്റെയിൽസിന് ടി വേൾഡ് ഇന്റർനാഷണൽ.